പീരീഡ്സ് ആയിട്ട് ഒരാളിരിക്കുന്ന കൊലമാണിത്. എല്ലാവരും ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് ശില്പ കറങ്ങാൻ പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേ ഓഫ് ശില്പ. അപ്പോൾ തുടക്കത്തെ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ ഡൗട്ട് അടിച്ച് കാണുമല്ലോ, ഇത് എന്താ സംഭവം എന്ന്. എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന പീരീഡ്സ് ആയതുകൊണ്ടാണ് എൻ്റെ ഇമോഷൻസ് അങ്ങനെ തന്നെ ധീരജേട്ടൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഓൺ വോയിസ് ആണ് ചെയ്യുന്നത്, അല്ലാതെ കൂടെ നിന്ന് പറയാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. വീഡിയോ കൂടുതലും എടുത്തത് ധീരജേട്ടനാണ്, കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനും ധീരജേട്ടനും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് മാൻഡ്രോത്തുരത്ത് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മൺട്രോത്തുരത്ത് വ്ളോഗെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാര്യം മൺട്രോത്തുരത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാനതിൽ കാണിക്കുന്നില്ല. ആക്ച്വലി മൺട്രോത്തുരത്ത് പോയി കാണുക എന്നല്ലായിരുന്നു എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, മൺട്രോത്തുരത്തൊക്കെ പോയി കാണുക എന്നുള്ളത്. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും മൺട്രോത്തുരത്ത് ഡീപ്പായിട്ട് ഫുള്ള് പോകുമ്പോൾ ഞാൻ വ്ളോഗിലൂടെ കാണിക്കുന്നതായിരിക്കും. ഇതെന്തായാലും വളരെ ചുരുങ്ങിയ ഒരു കുറേ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എസ് വളവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഈ മൺട്രോ ഗ്രീൻലാൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മൾ ഫാമിലിയും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ടായിരുന്നു ഈ ഒരു ഗെറ്റ് ടുഗദർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ്, ബാക്കിൽ ഫുള്ള് കാണുന്നത് നല്ല കായലാണ്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ബാക്കിലോട്ടുള്ള വ്യൂ കാണാം. സത്യം പറഞ്ഞാൽ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വഞ്ചിയിലൊക്കെ പോയി അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അവർ ചോദിച്ചു നമുക്ക് വഞ്ചിയിലൊക്കെ പോകണമെന്ന്, പക്ഷേ ഉച്ച സമയമായിരുന്നു, നല്ല ഉച്ച സമയമായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വേണ്ട, ഉച്ചയ്ക്കൊക്കെ പോയി ഇനി വെയിൽ കൊണ്ട് കറുത്ത് കരിവാളിച്ച്. എനിക്കാണെങ്കിൽ വെയിലൊക്കെ ഇങ്ങനെ അടുത്തൂടെ പോയാൽ മതി, തലവേദന ഇങ്ങനെ എൻ്റെ കൂടെ പുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനും കൂടുതൽ അങ്ങോട്ട് ഇത് നടത്തിയില്ല. പിന്നെ നമുക്ക് ഉള്ള രീതിയിലൊക്കെ കുറേശ്ശെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാനിതിൽ കാണിക്കാൻ പോണത്. അപ്പം ഇവിടെയൊക്കെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലായിട്ടും നല്ല നാടൻ ഫുഡൊക്കെ ആണ് കേട്ടോ മെയിനായിട്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നാടൻ ഫുഡെന്ന് പറയുമ്പം നമുക്ക് കള്ളുണ്ടായിരുന്നു. കള്ള് അത്ര വലിയ ഭംഗി ഇല്ലായിരുന്നു എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഞാനും കഴിച്ചു, പക്ഷേ കഴിച്ച് ശീലമുള്ള ആൾക്കാർക്കല്ലേ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, പക്ഷേ ഇവരൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു അത്ര വലിയ ഭംഗിയുള്ള കള്ളല്ലെന്ന്. പിന്നെ അല്ലാണ്ട് കുറച്ച് നാടൻ ഫുഡായിരുന്നു, ലൈക്ക് കപ്പ, പ്രോൺസ്, ബീഫ്, കല്ലുമുക്കായ, അങ്ങനെ കുറേ വെറൈറ്റി അല്ല, എന്തുകൊണ്ട് ഞാനീ പറയുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഫുൾ കൺഫ്യൂഷനായിപ്പോയി ഗൈസ് അതാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ത്രൂ ഔട്ട്. അപ്പോൾ ഇതിലും ലഞ്ച് കഴിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഇല്ല, പക്ഷേ എന്നാലും ഞാൻ ഉള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മറ്റേ കല്യാണത്തിന് ക്യാമറാമാൻമാർ വന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ അതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കഴിക്കാതിരിക്കുന്ന പോലത്തെ എക്സ്പ്രഷനാണ് അച്ഛനാട്ടോ ഒരു വീഡിയോ എടുത്തത്. അതുകൊണ്ട് ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും സൈലൻ്റായ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഈ മൺട്രോത്തുരത്ത് പേര് എങ്ങനെയാണ് വന്നതെന്നറിയോ? എനിക്കും ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ റീസെർച്ച് ചെയ്തപ്പോഴാണ് ഈ പേര് എങ്ങനെയാണ് വന്നതെന്ന് ഞാനും മനസ്സിലാക്കിയത്. റീസെർച്ച് ചെയ്യുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. പണ്ട് തിരുവിതാംകൂറിലെ മുൻ നാട്ടുരാജ്യമായ റെസിഡൻറ്റ് കേണൽ ജോൺ മൺട്രോത്തിന്റെ ബഹുമാനം, അതായത് ആ പുള്ളിക്കാരനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥലത്തിന് മൺട്രോത്തുരത്തുനിന്ന് പേര് വീണത്. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പേരൊക്കെ വീഴുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. അറിഞ്ഞാലും നമ്മളതത്ര വലിയ കാര്യമാക്കില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്തതൊരു ഡെസ്റ്റിനേഷൻ സ്ഥലത്തോട്ട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? വേറെ എങ്ങോട്ടും അല്ല, ഒരു ഡച്ച് പള്ളിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയും കേരളത്തിൽ ഒരുപാട് ഡച്ച് പള്ളികളുണ്ട്, പിന്നെ ഈ പള്ളിയിലോട്ട് പോകുന്നതിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന്. ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, ഈ പള്ളി നിൽക്കുന്നത് പെരുമൺ എന്നുള്ള സ്ഥലത്താണ്. പെരുമൺ സ്ഥലം എത്ര പേർക്ക് ഓർമ്മ കാണുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ പറയാം, പണ്ട് കേരളത്തിൽ നടന്ന ഒരു വലിയ ട്രെയിൻ ദുരന്തം ഉണ്ടായിരുന്നു. അത് പെരുമള്ളിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ അത് ആർക്കും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. രണ്ട്,
ഈ പള്ളി ഒരു മൂവിയിലുണ്ട്. ഏത് മൂവിയാണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പം വളരെ ഹിറ്റായി ഇറങ്ങിയ നമ്മുടെ ബേസിലിൻ്റെ പൊന്മാൻ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ ആ സ്ഥലം ശരിക്കും ആ പള്ളിയിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പൊന്മാൻ സിനിമ കണ്ടവർക്കും അത് വളരെ റിയലൈസ് ചെയ്യാൻ പറ്റും. ഒരു റെയിൽവേ ക്രോസ് ചെയ്ത് വല്ലവരുടെയോ വീട്ടിൻ്റെ പറമ്പിൽ കൂടെയൊക്കെയാണ് നമ്മളിത് പോയത് കേട്ടോ. കാര്യം അങ്ങനത്തെ ഒരു വഴിയാണ്. ഇതിനൊരു മെയിൻ എൻട്രൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ വന്നപ്പോൾ ആരുടെയൊക്കെയോ വീട്ടിൻ്റെ പറമ്പിൽ കൂടാണ് പള്ളിയിൽ ചെന്നിറങ്ങിയത്. ലാണ് ഡച്ചുകാർ ഈ പള്ളി ബിൽഡ് ചെയ്യുന്നത്. റെഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്, അതായത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിൻ്റെ ഈ ബാക്കി കാര്യങ്ങളെല്ലാം കൈമാറി നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ വർഷവും ഇവിടെ പെരുന്നാൾ നടത്തുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. ഇവിടുത്തെ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഗംഭീരമായി ആഘോഷിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്റ്റെപ്പിൽ ഇവിടെ ഇരുന്നാണ് പൊന്മാനിൽ നമ്മുടെ ലിജിമോള് ബേസിലിനെയും കാത്തിരിക്കുന്നത്. അതും ക്ലൈമാക്സിൽ ബേസിൽ കൊണ്ടുവരുന്ന സ്വർണവും കാത്തിരിക്കുന്ന ഒരു സീനുണ്ട്. ക്ലൈമാക്സ് അങ്ങനെയാണോ അതിരുന്നത്, അതിവിടെ വെച്ചിട്ടാണ്. പിന്നെ ആ മൂവിയിൽ തന്നെ കുറേ പെരുന്നാളും ആ ഒരു കുറച്ച് പെരുന്നാളിൻ്റെ ഭാഗവും കാണിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ സൈഡിലോട്ടോ ബാക്കിലോട്ടുള്ള ആ ഒരു പറമ്പിലാണ് ഇവർ ഫുള്ള് സെറ്റിട്ട് ഷൂട്ട് ചെയ്തെടുത്തത്. പള്ളി മെയിനായിട്ട് ആരെയാണ് നോക്കിയിരിക്കുന്നതെന്നറിയോ? വേറെ ആരെയല്ല, അഷ്ടമുടിക്കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് പള്ളി ഇരിക്കുന്നത്. അന്ന് ബിൽഡ് ചെയ്ത ആൾക്കാരും ഇതിൻ്റെ ഭംഗി, അതായത് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടാണോ എന്നറിയില്ല. പള്ളിക്ക് ചെറുതായിട്ട് ലെഫ്റ്റിൽ ഇങ്ങനെ ഒരു ചരിവുണ്ട്. മേ ബി അവർ ചരിച്ച് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് ചരിഞ്ഞു പോയതായിരിക്കാം. എൻ്റെ ഒരു തോട്ടാണ്, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇനി നിങ്ങളത് വെച്ചിട്ട് കൂടുതൽ ഇതാക്കുമൊന്നും വേണ്ട. ഇതുപോലെ എന്തോരം നല്ല അടിപൊളി സ്ഥലങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടല്ലേ. നമ്മളാരും ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. എന്തായാലും നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത്, അതായത് സെൽഫീസൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കായലിൻ്റെ ഭംഗിയും കണ്ട് കാറ്റും കൊണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് കൂട്ടത്തിലുള്ള കിരൺ ചേട്ടൻ പറഞ്ഞത്, ആ നമ്മളിപ്പം ക്രോസ് ചെയ്ത് വന്ന റെയിൽവേ ക്രോസ് ഇല്ലേ, ഇപ്പം ചെന്നാൽ അതിലൂടെ ഓടിച്ചെന്ന് ട്രെയിൻ കാണാമെന്ന്. ട്രെയിനും ആനയും എവിടെ കണ്ടാലും മലയാളികൾ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളും ഓടിച്ചെന്ന് ട്രെയിൻ കാണാൻ പോയി. അപ്പോൾ പ്രസാദങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോയുടെ അവസാനം എക്സ് എന്നും പറഞ്ഞ് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്.
ഇതുപോലത്തെ കുറേ വിശേഷങ്ങളുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ശില്പ. വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവഴി ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.